ഇന്നത്തെ കാലത്ത് നമ്മളിൽ ധാരാളം പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്കിൻ പ്രോബ്ലം. സ്കിൻ എങ്ങനെ കെയർ ചെയ്യും എന്ന കാര്യം ആരും ചിന്തിക്കാറില്ല. നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ പോലും അധികം പേർക്കുമില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിനെ തിളക്കവും ഭദ്രവുമായി നിലനിർത്താൻ സാധിക്കും. അതിനുള്ള ചില ടിപ്സുകൾ നോക്കാം. ആദ്യമായി ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ സംരക്ഷിക്കുന്നതിന് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാലും വെള്ളം കുടിക്കുന്ന അത്രത്തോളം ഉപയോഗം മറ്റൊന്നിനും ഇല്ല എന്നതാണ് സത്യം. ഒരു ദിവസം കുറഞ്ഞത് 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്നിനെ തിളക്കമുള്ളതായി സംരക്ഷിക്കാൻ കഴിയും. കൂടാതെ ബോഡിയുടെ മെറ്റബോളിസത്തെയും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഫേസ് തിളക്കമുള്ളതായും അട്രാക്റ്റീവായും വെക്കണമെങ്കിൽ ദിവസവും വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എന്ത് ആഹാരം കഴിക്കണം, എത്രത്തോളം വെള്ളം കുടിക്കണം, ഏത് പൊസിഷനിലിരിക്കണം തുടങ്ങി എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഫോളോ ചെയ്താൽ നമുക്ക് അസുഖങ്ങൾ ഒന്നും വരില്ല. രണ്ടാമതായി ലോഫ ബാത്തിങ്. സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒന്നാണ് സ്കിൻ വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. നമ്മൾ കുളിക്കുമ്പോൾ ബോഡിയുടെ മുൻഭാഗം വൃത്തിയാക്കാറുണ്ട്. എന്നാൽ പിൻഭാഗം വൃത്തിയാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും അത് സംശയമായിരിക്കും. മുതുകും പിറക് ഇടുപ്പും എല്ലാം വാഷ് പലർക്കും ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലോഫ ബാത്തിങ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. ഇതിലൂടെ മുതുക് ഭാഗം വൃത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. നിങ്ങളുടെ സ്കിൻ സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ലോഫ ബാത്തിങ് നോക്കി വാങ്ങാം. അതേസമയം ഹാർഡ് സ്കിൻ ആണെങ്കിൽ ഹാർഡ് ആയിട്ടുള്ളത് നോക്കി വാങ്ങാവുന്നതാണ്. ഇതിലൂടെ സ്കിൻ നീറ്റായി സൂക്ഷിക്കാൻ പറ്റും. ഒരു പരിധിവരെ നിങ്ങളുടെ സ്കിൻ നല്ല തിളക്കമുള്ളതായി തീരും. മൂന്നാമതായി ഗ്രൂമിംഗ്. നിങ്ങൾ എപ്പോൾ എവിടെ യാത്ര ചെയ്താലും പ്രത്യേകം കരുതേണ്ട 2 സാധനങ്ങളാണ് ട്രിമ്മറും കത്രികയും. നിങ്ങളുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഗ്രൂമിംഗ് ഒരു പ്രധാന വിഷയമാണ്. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും താടിയാണെങ്കിലും ഭംഗിയുള്ളതായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയായി തോന്നിക്കൂ. ഫേസ് അട്രാക്റ്റീവ് ആകണമെങ്കിൽ മുഖത്തുള്ള ആവശ്യമില്ലാത്ത രോമങ്ങൾ നീക്കം ചെയ്യണം. മുഖത്തുള്ള ആവശ്യമില്ലാത്ത മുടി നിങ്ങൾ വളരെ ഭംഗിയായി നീറ്റായി കട്ട് ചെയ്യണം. നിങ്ങൾ ഷേവ് ചെയ്താലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആവശ്യമില്ലാത്ത രോമങ്ങൾ വളരാൻ തുടങ്ങും. പുരികത്തിനും നെറ്റിക്കും ഇടയിലുള്ള ഭാഗത്ത് മുടി ധാരാളം വളരും. അതുപോലെ താടിയെല്ലിൻ്റെ മുകൾ ഭാഗത്തും രോമങ്ങൾ വളരും. ഇതെല്ലാം ട്രിമ്മർ ഉപയോഗിച്ച് നിങ്ങൾ ഇടയ്ക്കിടെ കട്ട് ചെയ്ത് മാറ്റുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ മീശ ചുണ്ടു മറയ്ക്കുന്ന തരത്തിൽ വളർന്നാൽ അതും കട്ട് ചെയ്ത് മാറ്റണം. കാരണം ലിപ്പിൽ മീശ ഇരുന്ന് കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് അട്രാക്റ്റീവ് ആയിരിക്കില്ല. അതിനാൽ ഒരു മീഡിയം സൈസിൽ മീശ കട്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങളുടെ ലുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കും. കൂടാതെ നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള മുടിയും കൃത്യമായി കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമതായി ഫേസ് വാഷ് ആൻഡ് സ്കിൻ. മുഖം ഭംഗിയുള്ളതായിരിക്കാൻ എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുഖം കഴുകുന്ന ശീലം എല്ലാവർക്കും ഉണ്ടെങ്കിലും രാത്രി കിടക്കാൻ നേരം ആരും അത് ശ്രദ്ധിക്കാറില്ല. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇനി മുതൽ നിങ്ങൾ മുഖം കഴുകണം. ഇതിലൂടെ നിങ്ങളുടെ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. നിങ്ങൾ പുറത്തു പോകാറുള്ള ഒരു ആളാണ് എങ്കിൽ പുറത്തു പോയി വന്ന ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്യണം. നിങ്ങളിടയ്ക്കിടെ പുറത്തു പോകാറുള്ള ആളാണെങ്കിൽ തീർച്ചയായും ഒരു സൺസ്ക്രീമും ഉപയോഗിക്കണം. ചിലർ രാത്രി മുതൽ രാവിലെ വരെ സൺസ്ക്രീം ഇട്ട് കിടക്കാറുണ്ട്. അത് വലിയ രീതിയിലുള്ള റിസൾട്ട് തരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് വേണം പറയാൻ. സൺസ്ക്രീം ഉപയോഗിക്കുന്നവർ 2 മണിക്കൂർ ഇടപെട്ട് ഉപയോഗിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുഖം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ എല്ലാവരും മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും അധിക സമയം ചിലവഴിക്കുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കിൻ ട്യൂൺ മാറാൻ സാധ്യതയുണ്ട്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നിങ്ങളെ സൺസ്ക്രീം സഹായിക്കും. ധാരാളം ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള തെറ്റാണ് സൺസ്ക്രീം അവോയ്ഡ് ചെയ്യുന്നത്. അതിനാൽ നിങ്ങളും ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ സ്കിന്നിൽ സൺസ്ക്രീം ഉപയോഗിക്കുക. അത് ഉറപ്പായും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും. നൈറ്റ് കെയർ റുട്ടീൻ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് വി നീഡ് ടു ടേക്ക് കെയർ. അതായത് നിങ്ങൾ ഏതാണോ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ മുഖ്യമാണ്. ഈ ലോകത്ത് ഓരോ മനുഷ്യർക്കും വേറെ മുഖഛായ ആണുള്ളത്. അതുപോലെയാണ് നമ്മുടെ ഫേസ് പ്രോബ്ലവും പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കും. ഈ യുണീക്കായ പ്രോബ്ലത്തിന് യുണീക്കായ സൊല്യൂഷൻ തീർച്ചയായും നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾസ് ധാരാളം ഉണ്ടെങ്കിൽ
അത് തടയുന്നതിനുള്ള ക്രീമുകൾ രാത്രി സമയത്ത് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുക. ബ്ലാക്ക് സ്പോട്ടും പിമ്പിൾസും ഉണ്ടെങ്കിൽ ഇത് രണ്ടും തടയുന്നതിനുള്ള ക്രീം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ അണ്ടർ ഐ ക്രീം ഉപയോഗിക്കാം. അതേസമയം നിങ്ങൾക്ക് ഒരുപാട് ക്രീമുകൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനും പരിഹാരമുണ്ട്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് സ്കിന്നിൽ മാറ്റം വരുമെന്നും കരുതരുത്. ഇത് റെഗുലറായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കിൻ വളരെ മനോഹരവും തിളക്കമുള്ളതുമായി മാറും. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുഖത്ത് ബെറ്റർ റിസൾട്ട് ഉറപ്പായും കൊണ്ടുവരാൻ സാധിക്കും. അതിനാൽ നൈറ്റ് സ്കിൻ റുട്ടീൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സ്കിൻ തിളക്കമുള്ളതായി സൂക്ഷിക്കുന്നതിനുള്ള ചില ടിപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത്. അതൊന്നുകൂടി ചുരുക്കി പറയാം. ഉറപ്പായും നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇതിലൂടെ ശരീരത്തിന് മാത്രമല്ല സ്കിന്നിനും ഉപയോഗം ഉണ്ടെന്ന കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനാൽ ഒരു ദിവസം കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്കിൻ നീറ്റായി സൂക്ഷിക്കുന്നതിന് ലോഫ ബാത്തിങ് പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ ഫേസ് മനോഹരമായി സൂക്ഷിക്കുന്നതിന് ഗ്രൂമിംഗ് അത്യാവശ്യമാണ്. മുഖത്തെ അനാവശ്യ രോമങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടെ ട്രിം ചെയ്യണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പുറത്തുപോയി വന്ന ഉടനെ ഫേസ് വാഷ് ചെയ്യേണ്ടത്. മുഖത്ത് പിമ്പിൾസ് ഉണ്ടാകാതിരിക്കാൻ ഇത് വളരെ ഉത്തമമാണ്. നിങ്ങളിത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഫേസ് മനോഹരമായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളൊരു സുന്ദരനായ വ്യക്തിയായി കാണപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.